ഉപ്പിലിട്ട് മാങ്ങ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പോൾ ആരും തന്നെ ഉണ്ടാകില്ല എന്നാണ് എൻ്റെ ഊഹം. അപ്പോൾ ഞാൻ ഇതുപോലൊരു മാങ്ങ എടുത്തിട്ടുണ്ട് ഉപ്പിലിടാനായിട്ട്. കിളിമൂക്ക് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അധികം പുളി ഉണ്ടാവില്ല. അപ്പോൾ ഏത് മാങ്ങയാണെങ്കിലും എടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കാം. അപ്പോൾ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് പീസുകൾ വലുപ്പത്തിനും ചെറുപ്പത്തിനും അനുസരിച്ചിട്ട് ആക്കിയെടുക്കാം. അപ്പോൾ എന്നിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഞാനൊരു മാങ്ങ കംപ്ലീറ്റ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കല്ലുപ്പ് വേണം. എന്നിട്ട് ഇതിലേക്ക് പിന്നെ ചേർക്കേണ്ടത് കാന്താരി മുളകാണെങ്കിൽ അതുണ്ടെങ്കിൽ ബെറ്ററാണ്. അതില്ലെങ്കിൽ നോർമലായിട്ടുള്ള പച്ചമുളകാണെങ്കിലും മതി. ഇപ്പോൾ സാധാരണ പച്ചമുളകാണ് ഞാൻ യൂസ് ചെയ്തത്. എന്നിട്ട് മുക്കാൽ കപ്പല്ല 3/4 കുപ്പിയോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് പിന്നെ വിനാഗിരിയാണ് വേണ്ടത്. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ തന്നെ വേണ്ടി വരും. അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും എരിയും പുളിയും എല്ലാം കൂടെ ചേർന്ന് നല്ല സെറ്റായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്